14, 15 ഈ 2 അധ്യായങ്ങളിൽ നിന്ന് 2 പ്രത്യേക യൂണിറ്റുകളായിട്ടാണ് ദൈവസഭയോട് ദൈവിക ദൂതറിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ഈ അധ്യായങ്ങളും അതിന്റെ ഡിവിഷൻസുമൊക്കെ പിന്നീട് മനുഷ്യരുണ്ടാക്കിയ ഡിവിഷൻസ്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷങ്ങളും ബൈബിളിലെ പുസ്തകങ്ങളും ഒക്കെ വായിക്കുമ്പോൾ തുടർമാനമായി ഒരൊറ്റ യൂണിറ്റായിട്ട് ഓരോ പുസ്തകങ്ങൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. ആധാരമായി ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യവും അതിന്റെ 11-ാം വാക്യവും നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യവും 11-ാം വാക്യവും. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്ന് പറഞ്ഞിട്ട് യേശു ഒരു വാക്യം കൂടി കൊടുക്കാറ്. എന്നെ പിരിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാവ്യദാസൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഭാഗത്തിന്റെ ആ ചിന്തയുടെ ദൈവവചനപ്രകാരമുള്ള ആ സീക്വൻസിൽ വായിക്കുമ്പോൾ ഇപ്രകാരമാണ്: ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ദൈവം ഇല്ലാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെ എത്ര പ്രഗത്ഭനാണ് ഈ ലോകത്തിലെന്ന് അവൻ തന്നെ വിചാരിച്ചാലും ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. എന്റെ സന്ദേശം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഇത് ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ്. 3.5 വർഷത്തോളം യേശുക്രിസ്തു മരിച്ച കുരിശിലേക്ക് പോവുകയാണ്. 3.5 വർഷത്തോളം കൂടെ നടന്ന ശിഷ്യന്മാരോട് യേശു പറയുക: നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടു, നിങ്ങൾ അടയാളങ്ങൾ കണ്ടു, നിങ്ങൾ വീര്യപ്രവർത്തികൾ കണ്ടു, ഇപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളായി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഒക്കുന്നുണ്ട്. അതായത് ഞാൻ ആളുകൾക്ക് അപ്പം മീന ഇവ നൽകി കൊടുത്തപ്പോൾ ശേഖരിച്ച കൊട്ടകളൊക്കെ നിങ്ങൾ കണ്ടത്. അതായത് എക്സ്പോഷർ ഒത്തിരി നിങ്ങൾക്ക് കിട്ടി, ഈ അനുഭവങ്ങൾ ഒത്തിരി നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ 3.5 വർഷത്തെ പരിചയവും എന്റെ കൂടെ നടന്നതുകൊണ്ട് നിങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങളും എല്ലാം വൃഥാവായി പോകുന്ന ഒരു ദിവസം എപ്പോഴെന്ന് അറിയാമോ? നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തോളം ഫലം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ശിഷ്യന്മാരോട് പറയുക. എന്നെ കേൾക്കുന്ന ഫിലദൽഫിയ സഭ അംഗങ്ങളെ, എത്ര കാലം ദൈവസഭയിൽ ആരാധനയ്ക്ക് വന്നെന്ന് പറഞ്ഞാലും, ഇവിടെ നടന്ന അത്ഭുതങ്ങൾ എത്ര കണ്ടെന്ന് പറഞ്ഞാലും, എത്ര സാക്ഷി നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും, എത്ര പ്രസംഗം നിങ്ങൾ കേട്ടെന്ന് വെച്ചാലും, അതിനപ്പുറത്ത് വ്യക്തിപരമായ ഒരു ബന്ധം യേശുവുമായി സ്ഥാപിച്ചെടുക്കാനും അതിൽ വളരാനും കഴിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. എന്റെ കഴിവ്, എന്റെ മിടുക്ക്, എന്റെ എക്സ്പോഷർ, എന്റെ ഡിഗ്രി, എന്റെ സ്കില്ല് ഇവയല്ല പ്രധാനം. അതിനപ്പുറത്ത് എന്റെ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ക്രിസ്തുവിനോട് ഒട്ടിനിൽക്കുന്ന, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക്, ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ദൈവസഭ കടന്നു വന്നേ ഒക്കൂ എന്ന് ദൈവത്തിന്റെ വചനം ദൈവസഭയോട് വിളിച്ചു പറയുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും, യേശുക്രിസ്തു പറയുക, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും, നിങ്ങളുടെ സന്തോഷം അതിന്റെ പെർഫെക്ഷനില്, അതിന്റെ പൂർണ്ണതയില്, അതിന്റെ പീക്കിലേക്ക് എത്തുവാനുമാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ഏത് നിങ്ങളോട് പറഞ്ഞത്? എന്റെ പിന്നിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞത്. നിങ്ങളെ ദുഃഖിപ്പിക്കാനല്ല, നിങ്ങളെ കരയിപ്പിക്കാനല്ല, നിങ്ങളെ തരം താഴ്ത്താനല്ല, നിങ്ങളെ കഴിവിനെ ഇടിച്ചു കാണിക്കാനല്ല. ഞാൻ ഈ മുന്തിരിവള്ളിയുടെയും കൊമ്പിന്റെയും ഉപമ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്കൊരു വാണിംഗ് തന്നത് ഒരൊറ്റ ഉദ്ദേശമേ യേശുക്രിസ്തുവിനുള്ളൂ. എന്റെ സന്തോഷം അത് നിങ്ങളിൽ ഇരിക്കണം. മാത്രമല്ല, നിങ്ങളുടെ സന്തോഷം അതിന്റെ പൂർണ്ണതയിലെത്താൻ എപ്പോഴും അറിയാമോ? യേശുവില്ലാതെ എനിക്ക് ലോകത്തിൽ ഒന്നുമില്ലെന്നും യേശുവില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും തിരിച്ചായി ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിന്റെ സന്തോഷം ഉള്ളിൽ വരുന്നത്. നമ്മുടെ സന്തോഷം അതിന്റെ പൂർണ്ണതയിലേക്ക് പോകുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാരോട് തന്റെ ജീവിതത്തിന്റെ ഏകദേശം ആ അന്ത്യ സമയത്ത് പറയുന്ന ഒരു ഉപമയാണ്, ഉപമാനമാണ്
കൊമ്പും മുന്തിരിവള്ളിയും തോട്ടക്കാരനും അടങ്ങുന്ന ഈ 15-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് കാണുന്ന ഈ ഉപമയെന്ന് പറയുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, അതിന്റെ ആവശ്യകതയും അതിന്റെ വളർച്ചയും അതിന്റെ വിവിധ തലങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഉപമയാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലുള്ളത്. മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകൾ 6 പ്രത്യേക മേഖലകൾ യേശുക്രിസ്തുവുമായിട്ട് ഒരു വിശ്വാസിയുടെ ബന്ധത്തിലുണ്ട് എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ പ്രേരണ തരുന്നത്. മാത്രമേ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് ഒരുപക്ഷെ അതിശയോക്തി അല്ല 100 പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടുകാണ്. സുപരിചിതമായ ഭാഗമാണ്. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ കാലം മുതൽ പഠിപ്പിച്ച വളർത്തുന്ന ഒരു പ്രത്യേക ഭാഗമായി യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കേണ്ടുന്ന ഇതിന്റെ ആവശ്യകതയെ കുറിച്ച്. എന്നാൽ 6 പ്രത്യേക മേഖലകൾ ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടുന്ന മേഖലകളാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇത് പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് ഈ റിലേഷൻഷിപ്പ്, അതായത് തോട്ടക്കാരനായി ദൈവത്തെ യേശുക്രിസ്തു ചിത്രീകരിക്കുന്നു. അതിനുശേഷം പറയുക, ഞാൻ സാക്ഷാൽ എന്താണ് മുന്തിരിവള്ളിയാണ്, എന്നിൽ നിന്ന് പുറപ്പെടുന്ന കൊമ്പുകൾ അത് നിങ്ങളാണ്, നിങ്ങൾ ഫലം കായ്ക്കുന്നു. അതോടെ ഈ ഉപമയുടെ വ്യക്തമായ ചിത്രം ഈ ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് പോവുകയാണ്. എന്നിട്ട് യേശു പറയുക, ഈ താഴ്ത്തടിയിൽ നിന്ന്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുക, ഈ മുന്തിരിവള്ളിയിൽ നിന്ന് വേറിട്ടിട്ട് മാറിയിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് സ്വന്തമായി നിലനിൽപ്പില്ല, 2 പ്രൊഡക്ഷനുമില്ല, ഫലം പുറപ്പെടുവിക്കുവാനും കഴിയുകയില്ല എന്ന് യേശു പറയുക. നോക്കണമേ, ഒന്നാമത് ദൈവസഭയോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൺസിസ്റ്റൻസി ഇൻ റിലേഷൻഷിപ്പ് ആണ്. അതായത് നമ്മുടെ ബന്ധത്തിലുള്ള വിഘ്നം സംഭവിക്കാത്ത ബന്ധം, തുടർമാനമായ ബന്ധം ഒരു വിശ്വാസിക്ക് യേശുക്രിസ്തുവുമായി അല്ലെങ്കിൽ ഇന്നത്തെ സമയത്ത് ചിന്തിച്ചാൽ ദൈവവുമായി ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണെന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുക. ശ്രദ്ധിക്കണമേ, യേശുക്രിസ്തു പറഞ്ഞ ഉപമ വളരെ ലളിതമായി ചിന്തിച്ചാൽ വിച്ഛേദിക്കപ്പെട്ട ബന്ധവുമായി ഈ ലോകത്ത് മുന്നേറാനോ വളരാനോ ഫലം പുറപ്പെടുവിക്കുവാനോ കഴിയുകയില്ല. അതിന് നോക്കുകയേ വേണ്ട എന്ന് യേശുക്രിസ്തു ഈ 15-ാം അധ്യായത്തിലൂടെ പറയുക. നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ദൃഢമായ ബന്ധമാണോ? 1. 2, ആ കൺസിസ്റ്റൻസി കീപ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ? ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, ദൈവവുമായി ബന്ധപ്പെടുന്നത് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ആരാധനയ്ക്ക് വരുമ്പോഴും അല്ല, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും മാത്രമുള്ള ഒരു ഹൈ ഫൈ റിലേഷൻഷിപ്പ് ആണോ നമുക്ക് ദൈവവുമായിട്ടുള്ളത്? അതോ ഇവിടുന്ന് ഇറങ്ങിയാലും ആഴ്ചയിൽ 7 ദിവസവും 24/7 ആ സമയം മുഴുവൻ ജീവനുള്ള കാലമൊക്കെയും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതെ ആ ദൃഢമായി ആ ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇവിടെ പ്ലഗ് പോയിന്റ് ഉണ്ട്. നമുക്ക് ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ, ഈ മൈക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ പവർ പ്ലഗിലേക്ക്, ആ സോക്കറ്റിലേക്ക് പ്ലഗ് നമ്മൾ പ്ലഗ് ചെയ്യണം. എന്നാൽ ഈ ആരാധന കഴിയുമ്പോൾ, ഇതിന്റെ ഉപയോഗം കഴിയുമ്പോൾ നാം ഈ പ്ലഗ് അൺപ്ലഗ് ചെയ്തിട്ട് ഭവനത്തിലേക്ക് പോകും. ശ്രദ്ധിക്കണമേ, ഇത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന്റെ കാര്യം മാത്രമല്ല, ദൈവസഭയിൽ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന പാഠമാണ്. സഭായോഗത്തിന് വരുമ്പോൾ പ്ലഗ് ചെയ്യുകയും സഭായോഗം കഴിയുമ്പോൾ അൺപ്ലഗ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആത്മീക ജീവിതത്തിനല്ല ദൈവത്തിന്റെ സഭയെ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് ഇത് പലക്കാലം ദൈവസഭ തിരിച്ചറിയണം. നിർജീവമായ ഈ മൈക്രോഫോണോ നിർജീവമായ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സോ അതിലേക്ക് പവർ കടത്തിവിട്ട് പ്രവർത്തിപ്പിച്ചിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഓഫ് ചെയ്ത് മടങ്ങിപ്പോകുന്ന ജീവിത രീതിയോട് ഒരു ആത്മീയൻ തന്റെ ആത്മീയ ജീവിതത്തെ തുലനം ചെയ്യരുത്. അങ്ങനെ ഒരു ജീവിതമല്ല നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. കുറച്ച് സമയത്തേക്ക്, 3 മണിക്കൂറത്തേക്ക്, 2 ദിവസത്തേക്കല്ല. നമ്മുടെ മൂക്കിൽ കൂടി ശ്വാസം കയറുന്ന കാലഘട്ടയും യേശുവായി സ്ഥാപിക്കപ്പെട്ട ബന്ധത്തിന്റെ ദൃഢത എന്തു ബന്ധം. ഞാൻ ഉറങ്ങുമ്പോൾ പോലും, ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, ഞാൻ കോളേജിൽ പോകുമ്പോൾ, ഞാൻ ജോലി ചെയ്യുമ്പോൾ, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ മാറ്റമില്ല. 1 മിനിറ്റ് പോലും അതിന് വിഘ്നം സംഭവിക്കാതെ യേശുവായി ഒട്ടിനിൽക്കുന്നത്, യേശുവായി ചേർന്ന് നിൽക്കുന്നത്, യേശുവായിട്ടുള്ള ബന്ധത്തിന്റെ ദൃഢത കാത്തു സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ദൈവത്തിന്റെ സഭയോട് ഞാൻ
ഒരിക്കലും തകർക്കപ്പെട്ടു പോകരുത്, വെട്ടിമാറ്റപ്പെടരുത്. അല്ലെങ്കിൽ പ്രശ്നം എത്ര വലിച്ചാലും, ഈ ലോകം എത്ര വലിച്ചാലും ഈ ബന്ധത്തിൽ യേശുവിനോട് അടുക്കാനുള്ള ഒരു മനസ്സ് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഫലപ്രകടിക്കുന്നവരായി. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു കെയറിംഗ് റിലേഷൻഷിപ്പാണ്. കൺസിസ്റ്റൻസിയും റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതൊരു കെയറിംഗ് റിലേഷൻഷിപ്പ്. എന്താ കെയറിംഗ് റിലേഷൻഷിപ്പ്? അവിടെ പറയുന്നത് പിതാവ് ഈ പ്രൂൺ ചെയ്യുന്ന പിതാവിന്റെ ഫാദർലി ടച്ച് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. കാരണം യേശുവായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് വിട്ടുകളയാവുന്ന ദൈവം വിചാരിക്കുന്നില്ല, കോട്ടമുടമ വിചാരിക്കുന്നില്ല. സമയാസമയങ്ങളിൽ ആവശ്യമായത് നൽകി തരുന്ന ഒരു ഫാദർലി ടച്ചുള്ള ഒരു കെയറിംഗ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്നത്. തൊട്ടമുടമ ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല, മാറിയിരുന്നവരെ നോക്കുന്ന വ്യക്തിയല്ല. ദൈവത്തിന്റെ ആവശ്യത്തിന് ആവശ്യമായതൊക്കെയും നൽകി കൊടുക്കുന്ന, പ്രൂൺ ചെയ്യുന്ന, വെളിപ്പാക്കുന്ന, നല്ലതിലേക്ക് നയിക്കുന്ന, വെള്ളം കൊടുക്കുന്ന, വളം കൊടുക്കുന്ന, ഫലപുറപ്പെടുവിക്കുവാനുള്ള സകല സാഹചര്യങ്ങളും അനുകൂലമാക്കി കൊടുക്കുന്ന ഒരു പിതാവിന്റെ കരസ്പർശനമുള്ള ബന്ധമാണ് യേശു ഇവിടെ നിന്റെ വളർച്ചയില്ല. താനായി പകലായി വെള്ളമായി വളമായി കൂടെ നിൽക്കുന്ന ഇന്ന് നിൽക്കുന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ആ പിതാവ് എന്തുമാത്രം ശ്രമം നിന്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് ഇത് പറഞ്ഞാൽ ദൈവത്തിന് നന്ദിയോടെ ഓർക്കാൻ കഴിയുന്നത്. Caring relationship, a fatherly touch. ദൈവമക്കളെ, അവിടെ ബാക്കിയെടുത്ത് വായിക്കാൻ സമയമില്ല. യേശുക്രിസ്തു എന്ന് പറയുന്നുണ്ട്, ഈ ചെടി വെളിപ്പാട് 4 വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ, 2 വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അറിയാം എന്താ പറയുന്നത്. അധികം ഫലം അയക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? ചെത്തി വെളിപ്പാക്കുന്നു. എന്നിട്ട് യേശു പറയുക, നിങ്ങൾ ഇപ്പോൾ തന്നെ ശുദ്ധിയുള്ളവരാ. എന്റെ മകളെ നിങ്ങൾ കേട്ടതെന്നല്ല, നിങ്ങൾ എന്ത് ചെയ്തു? ആ വെളിപ്പാട് ഉണ്ടായതായി കാണുന്നുണ്ട്. ശ്രദ്ധിക്കണമേ ദൈവജനമേ, ജീവിതത്തില് നമ്മെ നന്മയിലേക്ക്, വെടുപ്പിലേക്ക്, ശുദ്ധീകരണത്തിലേക്ക് നയിക്കാൻ എന്റെ പിതാവായ ദൈവം നമ്മിൽ നടത്തുന്ന വെളിപ്പിന്റെ ശുശ്രൂഷകളുണ്ട്, ശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷകളുണ്ട്, വളർച്ചയുടെ ശുശ്രൂഷകളുണ്ട്. അതല്പം വേദനിക്കുമെങ്കിലും, അതല്പം താൽക്കാലിക നിരാശത്തിന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടി പ്രഷർ അടിച്ചെന്ന് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ദൈവത്തിന്റെ ദൂതായിട്ട് പലപ്പോഴും നിന്നെ വെടിപ്പാക്കുന്നത്, ചെത്തുന്നത്, പ്രൂൺ ചെയ്യുന്നത്, തകർച്ചയിലേക്കുള്ള ഒരു വഴിയിലേക്ക് കാണിക്കുന്നതല്ല. മറിച്ച് ഇന്ന് നീ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ശ്രേഷ്ഠകരമായ ഒരു അവസ്ഥയിലേക്ക്, വിശാലമായ ഒരു അവസ്ഥയിലേക്ക്, ഫലപുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിന്റെ മനസ്സും ശരീരവും ഒരുപോലെ കാണുവാൻ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മേൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വെളിപ്പാട്ട പ്രൂൺ ചെയ്യാൻ പറയുന്നത് ഈ രോഗം വരുന്നതും ദുഃഖം വരുന്നതും ഒക്കെ തന്നെയാണ്. അതൊക്കെ ഒരു ഭാഗമായി, അതിനാത്രമൊന്നുമല്ല. കാരണം യേശു പറയുന്നുണ്ട്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ പറഞ്ഞ വെളിപ്പാട്ടുന്നു എന്ന് പറഞ്ഞ അതേ ആശയമാണ് വാക്യത്തിൽ പറയുന്നത്. അതായത് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, ശമരിയക്കാരി സ്ത്രീയുടെ കാര്യം 4-ാം അധ്യായത്തിൽ പറയുന്നത് അത് ശിഷ്യന്മാർക്ക് പലപ്പോഴും ദഹിക്കാതെ പോയ കാര്യമാണ്. അതൊരു ഭൂമിയാണ്. മാനസികമായും ശാരീരികമായും വിവിധ തലങ്ങളിൽ യേശുക്രിസ്തു ശിഷ്യന്മാരെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൂൺ ചെയ്യുന്നുണ്ട്. ശമരിയക്കാരുടെ കാര്യം മാത്രമല്ല, യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാര്യം കഴിയുമ്പോൾ ഇതൊന്നും മനസ്സിലായില്ല. ശിഷ്യന്മാർക്ക് അവരുടെ മസ്തിഷ്കത്തിലേക്ക് ചില പ്രൂണിങ്, ചില വെളിപ്പാക്കൽ കൊടുക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല സഹോദരങ്ങളെ എന്റെ ശുശ്രൂഷ, നിങ്ങളുടെ കാഴ്ചപ്പാടല്ല എന്റെ കാഴ്ചപ്പാട്. ദൈവരാജ്യത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. ഭാവികളെ സ്വീകരിക്കുന്ന കാഴ്ചപ്പാട്, ഭാവിയിലെ ശിഷ്യന്മാരുടെ കാല് കഴിക്കുന്ന കാഴ്ചപ്പാട്, ശത്രുക്കളെ സ്നേഹിക്കാനുള്ള ഒരു പുതിയ കമാൻഡ്മെന്റ്, കൽപ്പന കൊടുക്കുന്ന ആ ഒരു പ്രൂണിങ്. ആ എന്റെ ശരീരം നിങ്ങൾ കഴിക്കണം, എന്റെ രക്തം നിങ്ങൾ കുടിക്കണം, അതൊരു പ്രൂണിങ്. അവരുടെ ശരീരത്തെ മാത്രമല്ല, അവരുടെ മനസ്സിനെ, അവരുടെ ചിന്താഗതികളെ മുഴുവൻ ദൈവം പ്രൂൺ ചെയ്തെടുക്കുക. നീ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരും. എന്റെ മനോഭാവത്തിന്, ജീവിത നിലവാരത്തിന് ഞാൻ ചിന്തിച്ചു ശരിക്കും ഒത്തിരി ട്രഡീഷൻസ് കണ്ണിൽ ആ സ്കെയിലല്ല, ഇതിനെല്ലാം എന്ന് പറയാനൊന്നും ദൈവത്തെ എനിക്കൊന്ന് കാണണം. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് എനിക്കത് മനസ്സിലാക്കണം. അതിന് അനുസരിച്ച് ഒരു ചെത്തന ഇത് പകൽക്കാലം
ദൈവമാണ് അംഗീകരിക്കാൻ എന്നെ സഹായിക്കാം. അതങ്ങ് എന്നെ പരീക്ഷിക്കുകയോ എന്നെ പണിഷ് ചെയ്യുകയോ അല്ല. അത് ഫാദർലി ടച്ച്, കെയറിംഗ് ടച്ച്. പിതാവ് ചെത്തി വെളിപ്പാക്കുന്നത് പോലെ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു ചെത്തി വെളിപ്പാക്ക്. അതിനുവേണ്ടി ഞാൻ എന്റെ കുടുംബം ദൈവസഭ ഒന്നിച്ച് ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുന്നു. അപ്പൊ യേശുവായിട്ടുള്ള ബന്ധത്തിന്റെ രണ്ടാമത്തെ തലമാണ് ഈ കെയറിംഗ് റിലേഷൻഷിപ്പ്. മൂന്നാമതൊരു തലമുണ്ട്. ഒന്ന് നമ്മൾ കണ്ടു കൺസിസ്റ്റൻസി റിലേഷൻഷിപ്പ്. രണ്ടാമത് കെയറിംഗ്, ഫാദർലി ടച്ചിന്റെ ഒരു കാര്യം അദ്ദേഹത്തിനുണ്ട്. മൂന്നാമത് ഇതൊരു ക്രിയേറ്റീവ് റിലേഷൻഷിപ്പാണ്. എന്തോ ഈ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ വളർച്ചയാണ്, ക്രിയേറ്റ് ചെയ്യുക, ഫലം പുറപ്പെടുവിക്കുക. നോക്കണമേ, ഈ ആത്മീയ ജീവിതത്തില് സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ള ഒരു പരിപാടിയില്ല. നമ്മൾ പഠിച്ചു ചെയ്യുന്നത് തെറ്റാണ്. ഈ പണ്ട് 3 വർഷം മുമ്പ് ആത്മീയ ജീവിതത്തിലും ആത്മീയ കാഴ്ചപ്പാടുകളും നിൽക്കുന്ന അതേ തലത്തിൽ തന്നെ അടുത്ത 3 വർഷത്തിന് ശേഷം നിൽക്കാനായിട്ട് തോന്നുന്നു. ഒന്നുകിൽ മേലോട്ട് അല്ലെങ്കിൽ താഴോട്ട്. ഇത് രണ്ടിലൊന്ന് സംഭവിച്ചോ. നമ്മൾ മേലോട്ടല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? താഴോട്ടാണല്ലോ. നമ്മൾ താഴോട്ടല്ലെങ്കിൽ നമ്മള് മേലോട്ട് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ആത്മീയ ജീവിതത്തിൽ ആ പരിപാടി ഇല്ല. ദൈവം മനസ്സിലാക്കുക. ഇവിടെ ഈ വാക്യം പറയുമ്പോൾ ആദ്യം പറയുന്നത് ഫലം പുറപ്പെടുവിക്കുന്ന കാര്യം പറയുന്നു, ബെയറിംഗ് ഫ്രൂട്ട്. അത് കഴിഞ്ഞിട്ട് ബെയറിംഗ് മോർ ഫ്രൂട്ട്, അധികം ഫലം കഴിക്കുക. ബെയറിംഗ് മച്ച് ഫ്രൂട്ട്, വളരെ ഫലം കഴിക്കുക. വാക്കുകൾ വളരെ പ്രശ്നമാണ്. ബെയറിംഗ് ഫ്രൂട്ട്, ബെയറിംഗ് മോർ ഫ്രൂട്ട്, ബെയറിംഗ് മച്ച് ഫ്രൂട്ട്. ഫലം കഴിക്കുക, വളരെ ഫലം കഴിക്കുക, അധികം ഫലം കഴിക്കുക. അതൊരു പ്രോഗ്രസ് ആണ്. ഗ്രാഫ് മേലോട്ടാണ് പോകുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുമ്പോൾ ഈ ഉപമ പറയുമ്പോൾ കൺസിസ്റ്റൻസി മാത്രമല്ല, ഇതാണ് ഒരു കെയറിംഗ് ടച്ച് മാത്രമല്ല. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുക, നിങ്ങളുടെ വളർച്ചയുടെ ഗ്രാഫ് എങ്ങോട്ടായിരിക്കണം? മുകളിലേക്കായിരിക്കണം. ഇന്ന് കൊടുക്കുന്ന ഫലം കൊണ്ട് തൃപ്തിപ്പെടാനല്ല, നാളെ കൊടുക്കുന്ന ഫലം കൊണ്ട് തൃപ്തിപ്പെടാനല്ല, അധികം ഫലം കൊടുക്കുന്ന നിലവാരത്തിലേക്ക്, ഒരു ഉന്നതിയിലേക്ക്, ഒരു ഹയർ സ്റ്റേജ് ഓഫ് ലൈഫിലേക്ക് ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മക്കൾ ഈ ബന്ധത്തിലൂടെ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആഗ്രഹമുണ്ട്. ഈ വളർച്ച, ആത്മീയ വളർച്ച ആഗ്രഹവും തമ്മിൽ വളരെ ശക്തമായ ഒരു ലിങ്കുണ്ട്. ഈ ആഗ്രഹമില്ലാതെ വളരാനായിട്ട് ഒക്കത്തില്ല. മാനുഷിക വളർച്ചയ്ക്ക് ഇത്തിരി അത്യാവശ്യം ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും എക്സ്റ്റേണൽ പ്രഷർ കൊണ്ടൊക്കെ അങ്ങ് വളർന്നു പോകുക. ആഹാരം കൊടുക്കുന്നു, അപ്പനും അമ്മയും പിടിച്ചിരുത്തി കഴിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ വളരും. പക്ഷെ ആത്മീക ജീവിതം എന്ന് പറയുന്നത് പാസ്ത പ്രസംഗം എല്ലാ ആഴ്ചയും കേട്ടുകൊണ്ടൊന്നും വളരത്തില്ല കേട്ടോ. അതിനൊരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് അതിന് ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ടിടയായി തീരണം. അതാണ് ബെയറിംഗ് ഫ്രൂട്ട്, അതായത് ഫലം പുറപ്പെടുവിക്കുക, വളരെ അധികം ഫലം പുറപ്പെടുവിക്കുക, വളരെ ഫലം പുറപ്പെടുവിക്കുക. ആ ഗ്രാഫ് മുകളിലേക്കായിരിക്കണം. ഒരു ക്രിയേറ്റീവ് റിലേഷൻഷിപ്പ് ദൈവവുമായി സ്ഥാപിച്ചെടുക്കുവാനായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. നാലാമത്തത് ഇച്ചിരി വേദനയുള്ള കാര്യം, ഇത് കെയറിംഗ് റിലേഷൻഷിപ്പും ക്രിയേറ്റീവ് റിലേഷൻഷിപ്പും മാത്രമൊന്നുമല്ല, ഇതൊരു കൺഫ്രണ്ടിങ് റിലേഷൻഷിപ്പ് കൂടാണ്. കൺഫ്രണ്ടിങ് എന്നറിയാം, നിങ്ങൾക്കറിയാം, സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാ നിങ്ങളെല്ലാം. പഴയ കാലത്തൊക്കെ അടിയൊക്കെ ഉണ്ടായിരുന്നു, ഇക്കാലത്ത് അടിയുണ്ടോ എന്ന് അറിയത്തില്ല. പഴയ കാലത്ത് സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം ഹോംവർക്ക് ഇതില്ലെങ്കിൽ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിലൊക്കെ സാറന്മാര് ക്ഷമിക്കും, മോനെ പഠിക്കണേ അതാ ഇതാതൊക്കെ പറയും. എന്നാൽ ഇതങ്ങോട്ട് തുടരുമ്പോ ഉണ്ടല്ലോ, ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി വരും, ചിലപ്പോൾ അമ്മയോ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വരും. ഞാൻ പറയുന്നത് സത്യമല്ലേ? നോക്കണേ, ആ കെയറിംഗിൽ നിന്ന് നേരെ കൺഫ്രണ്ടേഷനിലോട്ട്, ഒരു ശിക്ഷ കൊടുക്കുന്ന നിലയിലോട്ട് ഒഴുകും. യേശുക്രിസ്തു അതല്ല ഇവിടെ പറയുന്നത്. നോക്കണേ, പിതാവ് ചെത്തി വെടിപ്പാകും, പക്ഷെ സ്റ്റിൽ ട്രൈ ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ, പഠിച്ചോട്ട് വന്നില്ലെങ്കിൽ ക്ലാസ്സിൽ ഔട്ടാണ്. യേശുവിടെ പറയുന്നത് ഫലം പുറപ്പെടുവിക്കുവാൻ ഫലശ്രമങ്ങളും പിതാവ് തൊട്ടക്കാരും നടത്തിയിട്ടും അതിനകത്ത് ഫലം കണ്ടില്ലെങ്കിൽ ഒരു കൺഫ്രണ്ടേഷന്റെ ദിനമുണ്ട്. നിന്റെ കോമ്പ് മുന്തിരിവടിയിൽ നിന്ന് വെട്ടിമാറ്റിയിട്ട് തീയിൽ മാത്രം ഇടുവാൻ മാത്രം കൊള്ളാവുന്ന ഒരു കരിശു കൊമ്പായിട്ട് ഇതിനെ മാറ്റിയെറിയുമെന്ന ഒരു വാണിംഗ് ദൈവം യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുക. നോക്കണമേ, ഇതാർക്ക് സംഭവിക്കരുത്, എനിക്ക് സംഭവിക്കരുത്, വീടുള്ള ദൈവജനങ്ങൾക്ക് സംഭവിക്കുക. ആ ഗ്രാഫ് മുകളിലേക്കാണെങ്കിൽ ഒരിക്കലും പിതാവ് വെട്ടി മാറ്റത്തില്ല. കൂടി നടത്തത്തേ ഉള്ളൂ, ശുദ്ധീകരിക്കത്തേ ഉള്ളൂ, ചെത്തിവെടുപ്പാക്കത്തേ ഉള്ളൂ. എന്നാൽ ആ
കെയറിംഗ് മെന്റാലിറ്റിയിൽ നിന്ന് പിതാവിനെ ഒരു കൺഫ്രണ്ടേഷൻ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകുക. ദൈവം കുറെ കാലം ക്ഷമിക്കും, ദൈവം കുറെ കാലം നോക്കും. അതിനുശേഷവും ഇതിനെ നിർത്തിയത് കൊണ്ട് ഫലമില്ലെന്ന് പിതാവിന് ഉറപ്പ് വന്നെങ്കിലേ നിർത്താം. എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിർത്തും. എന്നാൽ ഉറപ്പുവരുന്ന ദിവസം യേശുക്രിസ്തു പറയില്ല, കൊമ്പ് മുന്തിരിവടിയിൽ നിന്ന് വെട്ടി മാറ്റപ്പെടും. പിന്നെ പിന്നെ അതിനെക്കൂടെ ഒരു പ്രയോജനവുമില്ല. തീയിലിട്ട് വെന്തുപോകുന്ന നിലവാരത്തിലേക്ക് കൊമ്പ് മാറ്റപ്പെടുവാനായിട്ട്. ഇത് നമുക്കൊരിക്കലും ബാധകമല്ല, ദൈവസഭയ്ക്ക് ബാധകമല്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഓർപ്പിച്ചുണർത്തുന്നത് യുക്തമല്ല. പൗലോസ് പറയുന്നത് പോലെ ഫിലദൽഫിയ സഭയോട് ഓർപ്പിച്ചുണർത്തുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ. ആ കെയറിംഗ് സ്റ്റേജിൽ നിന്ന് കൺഫ്രണ്ടിംഗ് സ്റ്റേജിലേക്ക് ഒരിക്കലും നാം പോകരുത്. പിതാവ് എന്നും നമ്മെ നോക്കി പുഞ്ചിരിക്കണം. ആ തോട്ടമുള്ളവർ നമ്മെ നോക്കി പുഞ്ചിരിക്കണം. പുഞ്ചിരിച്ചിട്ട് പറയാം, ഒന്നുകിൽ പറയാം ഇവരിൽ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇന്നലെ പുറപ്പെടുവിച്ച ഫലമല്ല, മോർ ഫ്രൂട്ടിലേക്ക്, മച്ച് ഫ്രൂട്ടിലേക്ക്, ആ ഗ്രാഫ് മുകളിലേക്കാണ് വരുന്നത്. അല്ലെങ്കിൽ പിതാവ് ഇങ്ങനെയെങ്കിലും പറയണം, ഇവരിൽ എനിക്ക് ഇച്ചിരൂടെ പ്രതീക്ഷയുണ്ട്. ഈ വർഷം അവന് കഴിഞ്ഞില്ല, എന്നാൽ അടുത്ത സീസണിലെങ്കിലും ഇവർ ഫലം കായ്ക്കുമെന്നൊരു പ്രതീക്ഷ നൽകി കൊടുക്കാറുണ്ട്. വെട്ടിമാറ്റാത്ത പിതാവ് ആ ഫലം കായ്ക്കുമ്പോൾ കാത്തിരിക്കുവാൻ തയ്യാറായ പിതാവ് ആ കൊമ്പ് മുന്തിരിവള്ളിയിൽ തന്നെ നിൽക്കട്ടെ എന്ന് കൽപ്പിക്കുകയും വീണ്ടും അതിന്റെ ശ്രമം നടത്തുകയും ചെയ്യും. എനിക്ക് അറിയത്തില്ല സഹോദര, നിങ്ങളുടെ സ്ഥിതി എവിടെയാണെന്ന്, നിങ്ങൾ എവിടെ നിൽക്കുന്നത് എനിക്ക് അറിയത്തില്ല. നമുക്ക് പറഞ്ഞതുപോലെ ഔട്ട്സൈഡ് കവറേജ് ഏരിയയാണോന്ന് അറിയത്തില്ല. അത് ഈ ട്രെയിനിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ കിട്ടുന്നത് പോലെ കുറച്ച് സമയം പുറത്തു പോകുന്ന സ്ഥിതിയാണെന്ന് അറിയത്തില്ല. മകൾക്കാലം ദൈവസഭയ്ക്ക് ചിന്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകി തന്നിട്ടുള്ള വേദഭാഗമായില്ല. നിങ്ങളുടെ സ്ഥിതി എവിടെയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് എന്നാൽ ഒരു കൺക്ലൂഷനിലേക്ക് മകൾക്കാലം എത്തണം. ദൈവത്തോട് പറയണം, ദൈവമേ ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങളോട് അടുക്കുവാൻ, അങ്ങോട്ട് അടുത്തു വരുവാൻ, മുന്തിരിവള്ളിയിൽ ചേർന്ന് നിൽക്കുന്നത് പോലെ ഇന്ന് മകൾക്കാലം ആ ബന്ധത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ, അല്ല അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ എന്റെ ദൃഢത ഒന്നുകൂടി കൂട്ടുവാൻ ദൈവമേ എന്ന് മകൾക്കാലം സഹായിക്കണമേ എന്ന് കൺസിസ്റ്റൻസി, തുടർച്ചയായ വിഘ്നം സംഭവിക്കാത്ത ബന്ധം, പിതാവിന്റെ ഒരു കെയറിംഗ് ഫാദർലി ടച്ച്, ഒരു കെയറിംഗ് റിലേഷൻഷിപ്പ്, ക്രിയേറ്റീവായിട്ട് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ബന്ധം, കൺഫ്രണ്ടിംഗ് റിലേഷൻഷിപ്പ്, ശിക്ഷ വിധിക്കുന്ന സന്ധിക്കുന്ന പിതാവ് പണിഷ് ചെയ്യുന്ന ഒരു ബന്ധം. ആറാമത്തെയും അവസാനത്തെയും ബന്ധം, ഇറ്റ്സ് എ സെലിബ്രേറ്റിംഗ് റിലേഷൻഷിപ്പ്. 11-ാം വാക്യത്തിൽ യേശു പറയുക, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ല, കുഞ്ഞുങ്ങളെ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ സന്തോഷം പോരാ, അത് പോരാ. എന്റെ സന്തോഷം ഒഴുകി നിങ്ങളിലേക്ക് വരുമ്പോ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഒരു ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സെലിബ്രേറ്റിംഗ് റിലേഷൻഷിപ്പിലോട്ട് ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയെ ക്ഷണിക്കുക. റിലേഷൻഷിപ്പ് ഒത്തിരി തരത്തിലുണ്ട്. ബോറിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ കമ്പൽസറി റിലേഷൻഷിപ്പ് ഉണ്ട്, ഇഷ്ടപ്പെടാത്ത റിലേഷൻഷിപ്പ് ഉണ്ട്, ആളുകളുടെ പ്രഷർ കൊണ്ട് ബന്ധം കൂടുന്നതുണ്ട്, കല്യാണം മാത്രമല്ല സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം ഉണ്ട്. യേശുവായിട്ടുള്ള ബന്ധം എങ്ങനെയാ? ബോറിംഗ് ആണോ? അതോ മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ട് വന്നതാണോ? അതോ ഊഷ്മളമായ വാസന ശ്രദ്ധിക്കണമേ, സെലിബ്രേറ്റ് ചെയ്യുന്ന ഓരോ നിമിഷവും യേശുവായിട്ടുള്ള ബന്ധം സെലിബ്രേറ്റ് ചെയ്യുന്ന ആ സന്തോഷത്തിന്റെ ഭാരവ്യത, ആ ഊഷ്മളത, എന്റെ യേശു ഇല്ലാതെ ഒരു സെക്കൻഡ് എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്ന ഒരു ആത്മീയ നിലവാരമാണോ നമുക്ക് ചോദന ചെയ്യണം. നമ്മൾ യേശുവിനോട് ചേർന്ന പിതാവ് ഇതിനെ ഒട്ടിച്ചതല്ല, എബിയെ ഒട്ടിച്ചത്, നിങ്ങളെ ഓരോരുത്തരെ ഒട്ടിച്ചത് ഇത് അനുഭവിക്കാനാണ്. ഏതാ ബോറിംഗ് റിലേഷൻഷിപ്പ് അല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നല്ല, ഏതെങ്കിലും രീതിയിലൊക്കെ ഇതൊന്ന് അവസാനിപ്പിക്കണമെന്നല്ല, അതിനപ്പുറത്ത് ജീവിക്കുന്ന യേശുവായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ആഘോഷമോ, സന്തോഷത്തിന്റെ ഭാരതീയോ, സെലിബ്രേഷനോ, ഉത്സവമോ നമുക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് യേശുവായിട്ടുള്ള ബന്ധത്തിൽ ഇത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കണം, നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ. യേശു ഇത് പറഞ്ഞത് ശിഷ്യന്മാരോട് പറയുക,
നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നല്ലാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. എന്നിട്ടാ യേശു പറയുന്നത്, കുഞ്ഞുങ്ങളെ ഞാനിത് നിങ്ങളോട് പറഞ്ഞെടുക്കാണെന്ന് അറിയാമോ? എന്റെ സന്തോഷം നിങ്ങൾ ഇരിക്കണം. മാത്രമല്ല അതുമൂലം നിങ്ങളുടെ സന്തോഷം എപ്പോഴും പുഞ്ചിരിക്കുന്ന, എപ്പോഴും സന്തോഷിക്കുന്ന, എപ്പോഴും ആഹ്ലാദിക്കുന്ന, എപ്പോഴും ദൈവത്തിന് സ്തുതി പറയുന്ന ഏത് നിലവാരത്തിലും നമ്മുടെ ജീവിതത്തിൽ വേദന നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നാൽ ആ വേദന പകുതിയാവും. സത്യമല്ലേ? സത്യമല്ലേ? പണ്ടത്തെ കാലത്ത് കുഞ്ഞിന്റെ ജനന സമയത്ത് അമ്മയുടെ കൂടെ പിതാക്കന്മാരെ ലേബർ റൂമിൽ കയറ്റത്തില്ല. 2 പാശ്ചാത്യ രാജ്യങ്ങളിൽ ലേബർ റൂമിൽ കയറ്റുമെന്നാണ് പറയുന്നത്. കാരണം അമ്മയുടെ വേദന പകുതിയാകുമെന്നാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യം നമ്മുടെ വേദന പകുതിയാക്കുമെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, നാം സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ സാമീപ്യം നമ്മുടെ വേദന ഇല്ലാതെ വിശ്വസിക്കുന്നു. ദൈവത്തെ ശ്രദ്ധിക്കാനായിട്ട് കഴിയുമോ? ദൈവത്തെ നിന്റെ സാമീപ്യം നിന്നോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം എന്റെ ജീവിതം ആഘോഷമായി മാറുക, എന്റെ ജീവിതം ഉത്സവമായി മാറുക, എന്റെ ജീവിതം സെലിബ്രേഷനായിട്ട് മാറുക. മാറി, വേദന മാറി, കഷ്ടത മാറി, നിരാശ മാറി, എങ്ങനെയെങ്കിലും ഈ ജീവിതം ജീവിച്ച് തീർത്താൽ മതിയെന്നുള്ള ചിന്ത മാറി. യേശുവിനോടൊപ്പം ഉറപ്പുള്ള ജീവിതം അതുകൊണ്ട് സെലിബ്രേഷനായിട്ട്, ആഘോഷമായിട്ട്, സന്തോഷത്തിന്റെ പാരമ്യതയിൽ നിൽക്കുന്ന ജീവിതമായിട്ട് മാറുക. നോക്കണേ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വീട് എഴുന്നേറ്റ് പോകുന്ന പരിപാടിയല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞത്, കഷ്ടത കൊണ്ട് എങ്ങനെയെങ്കിലും നീ നിരങ്ങി പോകുന്ന ജീവിതമൊന്നുമല്ല. ക്രിസ്തു ഉണ്ടോ, ക്രിസ്തുവിന്റെ സാമീപ്യം ഉണ്ടോ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ, അത് ഏത് സമയത്തും സെലിബ്രേറ്റ് ചെയ്യുന്ന, ആഘോഷിക്കുന്ന ക്രിസ്തീയ ജീവിതമെന്ന് ദൈവസഭ. ഒന്ന്, ഇതിന്റെ തുടർച്ച കാത്തു സൂക്ഷിച്ചേ ഒക്കത്തുള്ളൂ, വിഘ്നം സംഭവിക്കാൻ ഒക്കത്തില്ല. 2, ഇതായിട്ടൊരു കെയറിങ് ടച്ച് ഇതിന്റെ മേലുണ്ട്. 3, ഫലം പുറപ്പെടുവിക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. 4, ക്രിയേറ്റീവ് മാത്രമല്ല, കൺഫ്രണ്ടിങ് റിലേഷൻഷിപ്പ് കൂടാ, ശിക്ഷ വിധിക്കുന്ന റിലേഷൻഷിപ്പ് കൂടാ. പിതാവിന് അധികാരമുണ്ട്. 6, ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ്. യേശുക്രിസ്തു പറയുക, എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നോക്കണമേ. ഈ കുറച്ച് നിമിഷത്തേക്കാൾ ഈ ഒരു 15 മിനിറ്റ് സമയം പോയി. ഒരു 10 മിനിറ്റത്തേക്കാൾ ഞാൻ ഈ 15 അധ്യായം ഒന്ന് മാറ്റി വെക്കുക. ഈ 14 അധ്യായത്തിന്റെ സീക്വൻസിൽ വേണം ഈ 15 അധ്യായത്തെ നമ്മൾ കാണാനായി. നിങ്ങൾക്ക് ആയിട്ട് നമുക്ക് ക്രോഡീകരിക്കുവാനായിട്ട് നോക്കണമേ. ആ 4 വാഗ്ദത്തങ്ങൾ ഈ 15 അധ്യായമായിട്ട് കണക്ട് ചെയ്ത, അതാണ് ദൈവസഭയോടുള്ള ദൂതായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ 4 വാഗ്ദത്തങ്ങൾ ഏതൊക്കെയാണ്? അത് 14 അധ്യായം 18 വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് ഈ ഉപമ പറഞ്ഞു കൊടുത്ത ശിഷ്യന്മാരെ വിട്ടു പോകാനായിട്ട് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാചകമാണ്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തില്ല, അനാഥരായിട്ട് വിടുകയില്ല. ലോകത്ത് ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് കൊടുക്കാനൊക്കാത്ത ശക്തമായ ഒരു പ്രോമിസ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ഈ ലോകത്ത് ആർക്കാ പറയാനൊക്കുന്നത്? നിന്റെ ജീവിതാന്ത്യം വരെ നിന്നെ ഞാൻ നോക്കി കൊള്ളാമെന്ന് ഒരു വ്യക്തിക്ക് പറയാനൊക്കത്തില്ല. വിവാഹ ശുശ്രൂഷയില്ല കർത്താവിന്റെ ദാസന്മാർ ഉപേസമ്മത വാചകം വെളിപ്പെടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മരണം വരെ, മരണം ഒരാളെ വേർതിരിക്കുന്നത് വരെ അത്രയുള്ള ഗ്യാരണ്ടി. എന്നാൽ യേശു ശിഷ്യന്മാരോട് പറയുന്ന വാചകം ശ്രദ്ധിക്കണമേ. യേശു പറയുക, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് പോകും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണത്തില്ല. ഒരു ഫിസിക്കൽ ആക്സൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഗുരുവില്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉണ്ടാകവേ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു. രാജാക്കന്മാരുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, താൽക്കാലികമായി വിട പറയുന്ന ഞാൻ എന്നേക്കും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പോവുകയല്ല ചെയ്യുന്നത്. നിങ്ങളെ ഒരിക്കലും 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 ഞാൻ അനാഥരായി വിടത്തില്ലെന്നൊരു വാഗ്ദത്തം കൊടുത്തിട്ടായിരുന്നു യേശു പറഞ്ഞത്. ഈ അനാഥത്വത്തിന്റെ ഫീലിംഗ് അപ്പനും അമ്മ ഇല്ലാത്തവർക്ക് മാത്രമല്ല. 200-500 പേരിരിക്കുന്നതിന്റെ നടുവിലും ഇരുന്നാലും ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചാലും പാട്ടുപാടിയാലും ചില അവസരങ്ങളിലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാവുന്നുള്ള ഫീലിംഗ് മനസ്സിൽ കയറാത്ത ഒരു വ്യക്തി പോലും ഇവിടെ ഇല്ല. അവരോടുള്ള ദൈവത്തിന്റെ ദൂതുമാണില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആരും സഹായം ഇല്ലെന്ന് നിങ്ങൾ കരുതുക.
നിന്റെ ഹൃദയത്തിൽ ഈ ഫീലിംഗ് വന്നു, ലോൺലി ഫീലിംഗ്. ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിലെ പ്രത്യേക ഇല്ലായ്മകളിലൂടെ കടന്നു പോകുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച പോലെ വാതിലുകളും അടയുമ്പോ, ചിലരെ സഹായിക്കുമെന്ന് ചിന്തിച്ചു അവർ പരിഹസിക്കുമ്പോ, പറയുന്ന പോലെ കണ്ടിട്ടും കാണാതെ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോ, കൊണ്ട് പറഞ്ഞു പോകുമ്പോ വണ്ടിയുടെ സ്പീഡ് കൂട്ടി പോകുമ്പോ, ഒരാശ്വാസം വരുമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് പരിഹാസം വരുമ്പോഴാ, കൊട്ടാരത്ത് നിൽക്കാൻ ഒരു ജാമ്യം നിൽക്കാൻ ആളില്ലാതെ വരുമ്പോഴാ, ഒരു പ്രോത്സാഹനം, ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ തരാൻ ആളില്ലാതെ വരുമ്പോൾ എത്ര തവണ നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി വാദിക്കാൻ, എനിക്ക് വേണ്ടി എഴുതേക്കാൻ, എനിക്കൊരു സഹായം തരാൻ ആളില്ലേ, ഞാൻ മാത്രമാണോ ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നത്, ഒരു കണക്ഷനുമില്ല എന്ന് പറഞ്ഞ എത്ര സന്ദർഭങ്ങളുണ്ട്. ഇത് മകൻ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ പാരമ്പര്യത്തിലേക്ക് നിങ്ങൾക്ക് ക്ഷണിക്കുകയാണല്ലോ എന്നുള്ള വിളി കേൾക്കുവാൻ കാലങ്ങളുടെ ഒന്നാമത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. പിതാവില്ലാത്ത, ഗുരുവില്ലാത്ത ഒരു കൂട്ടത്തില് യേശു പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയും. എനിക്ക് 1-ാം അധ്യായത്തിന്റെ 13-ാം വേഗത്തിൽ ഒന്ന് വായിക്കും. 13 നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്യുന്നു. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് എത്ര കൊട്ടാരത്തെടുത്ത് നിങ്ങൾ കഴിച്ചതാ. ഇന്നലെ നിങ്ങൾക്ക് കരം കൊടുക്കേണ്ടി വന്നപ്പോ ചൂണ്ടയിട്ട് മീനെ പിടിച്ച് നമ്മൾ ഒരുമിച്ച് കരം കൊടുത്തതല്ലേ. ഇന്നലെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായപ്പോ സഹായിക്കാൻ ഞാനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോവുക. ശ്രദ്ധിക്കണം, നിങ്ങളുടെ എല്ലാ വഴികളും അടച്ചിട്ടല്ലോ ഞാൻ പോകുന്നത്. അവിടെ പറയാൻ നിങ്ങൾക്ക് ആവശ്യം വരും, മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികം ആവശ്യം വരും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാം, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതില്ല. നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ പിതാവിനെ വിളിച്ചപേക്ഷിക്കുന്നത്, എന്റെ നാമത്തിൽ ചോദിക്കുന്നത്, അത് ദൈവ കൃപയ്ക്കോ അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം വരുന്നതാണെങ്കിൽ നൽകിത്തരാൻ നോക്കാമെന്ന് ലോകക്കാർ പറയുന്നവരല്ല പറയുന്നത്. ഞാൻ നിനക്ക് നൽകി തരുന്നതാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ വളരെ ഷാർപ്പാണ്. നമ്മുടെ ഈ ലോകത്തില് ഒരാളോട് ചെയ്യുന്ന 10,000 രൂപ കടം തന്നെ അടുത്ത ആഴ്ച. ഇദ്ദേഹത്തിന് ലക്ഷങ്ങളുണ്ടെങ്കിലും സാധാരണ ആളുകൾ പറഞ്ഞ് 2 ആഴ്ചയല്ലേ നോക്കാം. ഒരു സ്റ്റൈലുണ്ട്. ഈ ലോകക്കാരെല്ലാം തരുമായിരിക്കും ചിലര്, ഒരു പക്ഷെ ചിലര് തരത്തില്ല. എന്നാൽ നോക്കാൻ ബിസിനസ് ഉണ്ടല്ലോ, ദൈവത്തിന് ആ നോക്കാൻ ബിസിനസ് ഇല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചപ്പോൾ എല്ലാം ഷാൽ ഓർ വിൽ. ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഓപ്പൺ. നിങ്ങളെ വിടത്തില്ല പറഞ്ഞാൽ വിടത്തില്ല. ഞാൻ നിങ്ങൾക്ക് നൽകി തരാൻ നോക്കാം എന്നല്ല യേശു പറയുന്നത്. പിതാവ് മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് നൽകി തരും. അതിന്റെ 27 വായിക്കും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ ലോകത്തെപ്പോലെയല്ല എന്റെ സമാധാനം, എന്റെ സമാധാനം മുഴുവൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുക. ശ്രദ്ധിക്കണം, 3-ാമത്തെ വാഗ്ദത്തമാ. യേശുവിനെ അറിയാം, ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവര് ചിതറി ഓടുക, ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇവര് പല സ്ഥലങ്ങളിൽ നിൽക്കേണ്ട വരും. പക്ഷെ യേശു പറയുക, എന്റെ സമാധാനം ഈ ലോകം ചെയ്യുന്നത് പോലെ അല്ല. ഈ ലോകത്തിലെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന സമാധാനം എന്ന് പറയുന്നത് വാൾ കൊണ്ട് ശത്രുവിനെ കൊന്നൊടുക്കിയിട്ട്, അന്നത്തെ കാലത്ത് കാര്യമാണ് പറയുന്നത്, പശ്ചാത്തലമാണ് പറയുന്നത്, വാൾ കൊണ്ട് ശത്രുവിനെ കൊന്നൊടുക്കിയിട്ട് അവർ ചിന്തിക്കുന്ന സമാധാനം സ്ഥാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത്. ഞാൻ എന്റെ സമാധാനമാണ് നിങ്ങൾക്ക് തരുന്നത്. ലോകക്കാർ പറയുന്നത് പോലെ വാളെടുത്ത് ശത്രുവിനെ വിഗ്രഹിച്ച് കിട്ടുന്ന സമാധാനമല്ല. എന്നാൽ ശത്രുവിനെ സ്നേഹിക്കുന്ന, ലോകത്തിലെ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണെങ്കിലും അതിന്റെ നടുവിൽ നീ അനുഭവിക്കുന്ന സമാധാനമുണ്ടല്ലോ, അത് തന്നിച്ചു പോകുന്നു. സമാധാനമുണ്ട്, നിങ്ങൾക്ക് അറിയാമോ? കാരണം കുരിശിലേക്ക് പോകുമ്പോഴും തന്നെ കുത്തുന്നവരെ നോക്കിയിട്ട് യേശു പറയുക, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നാ ഇവർക്ക് മനസ്സിലാക്കുന്നില്ല, ഇവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവരോട് ക്ഷമിക്കണം. നോക്കണമേ, യേശുവിന്റെ മനസ്സൊന്ന് ശ്രദ്ധിക്കണമേ. എന്തുമാത്രം പീസില, എന്തുമാത്രം സമാധാനത്തില. തന്റെ ശരീരത്ത് കുത്തുകൊള്ളുമ്പോഴും തനിക്ക് ഏറെ കൊള്ളുമ്പോഴും യേശുവിന്റെ മനസ്സിലൂടെ പോകുന്നത്, ഇവരിത് ചെയ്യുന്നത് ഇവർക്ക് അറിയാത്തത് കൊണ്ട്, ഇവർക്കും മനസ്സിലാകാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നെ യേശു പറയുക. എന്റെ സഹോദര, യേശുവിന്റെ സമാധാനം എന്ന് പറയുന്നത് ഇതാ. അതായത് നിന്റെ ജീവിതത്തിനു നേരെ മറ്റുള്ളവർ വാളെടുക്കുമ്പോൾ, നിന്റെ ശരീരത്തിലെ വസ്ത്രങ്ങളെ കടന്നു കയറുമ്പോഴും അനുഭവിക്കുന്ന ഹൃദയത്തിന്റെ ഒരു സമാധാനമുണ്ടല്ലോ, ഒരു ദൈവിക പ്രസൻസ് ഉണ്ടല്ലോ, ദൈവത്തിന്റെ സമാധാനം ഉണ്ടല്ലോ. അതനുഭവിക്കുവാൻ
സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് പീസാണ്. നാലാമത്തെ കാര്യം 14:3 വേണം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ ലോകത്തിലെ കഷ്ടതകൾ മുഴുവൻ സഹിച്ചാലും എന്റെ യേശുവിനോടൊപ്പം നമുക്ക് ഇരിക്കാമെന്ന ഒരു ഉറപ്പ് തരുന്ന ഒരു വാഗ്ദത്തവും നമുക്കാണ്. വിശദീകരിക്കാൻ സമയമില്ല. മടങ്ങി വന്ന് നമ്മളെ തന്നെ അടുക്കാൻ എന്നുള്ള വാക്ക്. അപ്പൊ ഞാൻ വിശദീകരിക്കുന്ന സമയമില്ല. ഒന്നാം, ഞാൻ ഇന്ന് അനാഥരായി. രണ്ട്, നിങ്ങൾ ചോദിക്കാൻ പ്രശ്നമില്ല. ഇതാണ് ഒത്തിരി മഹത്വപ്പെട്ടിരുന്നതിനാ. മൂന്നാമത്, എന്റെ സമാധാനം ലോകവുമായി കമ്പയർ ചെയ്തോ, എന്റെ സമാധാനം ആരും എന്നിട്ട് പോകിയ കൺഫേം ചെയ്ത. നാലാമത് യേശു പറയാ, ഞാൻ മടങ്ങി വന്നത് നിങ്ങളെ എന്നെ അടുക്കാൻ. ഈ ഒറ്റ 5 മിനിറ്റൂടെ 14-ാം അധ്യായത്തിലെ വാഗ്ദത്തം 15-ാം അധ്യായത്തിൽ മുന്തിരിവടിയും കൊമ്പുകളും തമ്മിലുള്ള വിഭവമാണ്. ഇതെങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? ഏറ്റവും ലളിതമായ രീതി ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എന്റെ വ്യാഖ്യാനം, എന്റെ ചിന്ത. 15-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു ബാങ്ക് എന്നൊക്കെ ചിന്തിച്ചു. ബാങ്ക് അറിയാം. 14-ാം അധ്യായത്തിലെ 4 വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് 4 ചെക്ക്. ഇത് ഫാമിലിയാണ്. ചെക്ക് നിങ്ങൾക്ക് അറിയാം. ഈ ചെക്കിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് പോക്കറ്റിൽ കൊണ്ടുവിടാം. എന്റെ പോക്കറ്റിൽ ഇപ്പോഴും ഒരു ചെക്കിൽ കൊണ്ട് 3 വർഷം മുമ്പ് ഒരു സഹോദരൻ നോക്കുക. പക്ഷേ അത് മൈലപ്രമാണത്തിനെ മാറാനൊക്കെ ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ കാലാവധി കഴിയില്ല. ഈ ചെക്കിനൊരു പ്രശ്നമാണ്. നിങ്ങൾ KBP എന്ന് പറഞ്ഞ പേരില്ല ഒരു 5 ലക്ഷം രൂപ എഴുതി തന്നാണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വിശക്കുമ്പോൾ KFC കയറിയോ അല്ലെങ്കിൽ പിസ്സ ഹട്ട് കയറിയോ ഹോട്ടലിൽ കയറിയോ ആരെ കഴിച്ചു ചെക്ക് എന്റെ വീട്ടിലുള്ളതാണ് 5 ലക്ഷം രൂപ ചെക്ക്, ബാക്കി 4,99,000 രൂപ ഈ തിരിച്ചു തരാൻ പറഞ്ഞാൽ ഇത് ജസ്റ്റ് പേപ്പർ. ഇതൊരു പേപ്പർ. ഇത് വാല്യൂ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, വാല്യൂ ഉണ്ട്. ഇത് എപ്പോഴാണ് ഇതിന്റെ പവർ വരുന്നതെന്ന് അറിയാമോ? ഇത് ബാങ്കിൽ ചെന്ന് ഏതാ ഫെഡറൽ ബാങ്കിലോ എനിക്ക് അക്കൗണ്ടുള്ള ഒരു ബാങ്കിൽ ചെന്നിട്ട് ഞാൻ ഈ ചെക്ക് അങ്ങോട്ട് പ്രസന്റ് ചെയ്യുന്നു. 4 ചെക്കുകൾ പ്രസന്റ് ചെയ്തിട്ട് ATM മുഖേനയോ അല്ലെങ്കിൽ എന്താ പറയുക അവിടുത്തെ സ്ലിപ്പ് മുഖേനയോ ക്യാഷ് ചെയ്ത് ക്യാഷ് എടുത്താൽ എനിക്ക് എവിടെയും പ്രയോജനപ്പെടില്ല. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ദൈവസഭയോടുള്ള നിങ്ങൾ പരിശോധിക്കല്ലേ. 14-ാം അധ്യായത്തിലെ 4 ചെക്കും വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ പ്രയോജനം. ഞാനിതാ പറഞ്ഞ അവസാനമേ ഞാൻ എന്തോ പറഞ്ഞു വരുന്നതിന് നിങ്ങൾക്ക് പിടിയില്ല തോന്നി. എത്ര പ്രാർത്ഥനയെ ദൈവം ഈ വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ടെന്ന് ഓർക്കാൻ പ്രാർത്ഥിച്ചാലും എല്ലാ ഞായറാഴ്ചയായിട്ടും എന്നിട്ട് സാക്ഷി പറഞ്ഞാലും ഇത് ക്ലെയിം ചെയ്താലും പിടിച്ചിട്ട് പ്രാർത്ഥിച്ചാലും എന്റെ സഹോദര 15-ാം അധ്യായത്തിൽ എന്റെ യേശുവുമായിട്ടുള്ള ബന്ധത്തിന്റെ ബാങ്കിലേക്ക് വരാതെ എത്ര കാലം ഈ ചെക്ക് നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതിന് പ്രയോജനമില്ലെന്ന് പലകാലം സാക്ഷി പറയുമ്പോഴേക്ക് ഉയർത്തി പറയാം എന്റെ കയ്യിൽ ഈ ചെക്കുണ്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്ലെയിം ചെയ്തു പ്രാർത്ഥിക്കാം. നീ എന്നോ യഹോവയെ പറഞ്ഞത്, യേശുവേ നീ എന്നോ പറഞ്ഞത്, പിതാവേ നീ എന്നോ പറഞ്ഞതിനെ അനാഥയായി വിടത്തില്ലെന്ന് ഞാൻ തരാമെന്ന്. സ്റ്റിൽ ഇറ്റ്സ് എ ചെക്ക്. ഒരു ചെക്ക് മാത്രമാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയിലേക്ക് എന്നെ കൊണ്ടുവന്നത് ദൈവസഭയാകമാനം 15-ാം അധ്യായത്തിലേക്ക് ക്ഷണിക്കണം. അക്കൗണ്ട് തുറക്കാത്തവരുണ്ടെങ്കിൽ ഇത് പറയുന്ന ദൈവസന്നിധിയാണ്. ദൈവമേ എനിക്ക് 15-ാം അധ്യായത്തിന്റെ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ട് ഇനാക്റ്റീവായിട്ട് കിടക്കുന്ന അക്കൗണ്ടുകളുണ്ടെങ്കിൽ ഇത് പറയുന്ന ആ ചെക്കൊന്ന് നിക്ഷേപിച്ച് ആ അക്കൗണ്ട് ആക്റ്റീവാക്കണം. ട്രാൻസാക്ഷൻ നടക്കാത്ത അക്കൗണ്ടുകളുണ്ടെങ്കിൽ ഇത് പറയുന്ന ഈ ചെക്കുകൾ കൊണ്ടുവന്ന് ആ ബാങ്കിലേക്ക് കൊണ്ടിടാനായിട്ട് ദൈവസഭ മറ്റൊന്നുമല്ലല്ലോ ദൈവം ചോദിക്കുന്നത്. മറ്റ് ഡിമാൻഡ്സ് ഒന്നും എന്റെ യേശുവിനില്ലല്ലോ. മുന്തിരിവടിയോട് ചേർന്ന് നിന്നിട്ടല്ലാതെ അനാഥത്വം മാറത്തില്ല. ചോദിക്കുന്നത് കിട്ടത്തില്ല. ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല. തമ്പുരാന്റെ വരയിലോട്ട് പോകത്തില്ല. അത് കഴിഞ്ഞാലും ഈ ചെക്ക് ഉയർത്തി പിടിച്ചോണ്ട് നടക്കാം. ഈ ചെക്കിനെ കുറിച്ച് അനുഭവിച്ചിട്ട് ഒത്തിരി കാലമായി എന്റെ കയ്യിൽ ഈ ചെക്ക് വന്നിട്ട് ഒത്തിരി കാലമായി ഞാൻ പോകത്തിൽ വെച്ചോണ്ട് നടക്കുക.
എന്നാൽ ഇന്ന് പകൽക്കാലം അത് എൻകാപ്സുലേറ്റ് ദൈവത്തിന്റെ ആത്മാവ് എത്ര പേര് ഈ ദൂത് ഇത് പകൽക്കാലം ഏറ്റെടുക്കുവാനായി ഒരു നിമിഷക്കാരുടെ ദിവസം